വെൽക്കം. റഹ്മാനാണ്. പെത്തോളജിയിൽ നമ്മൾ സെൽ ഇഞ്ചുറി വീഡിയോ സീരീസിലാണ്. സോ സെൽ ഡെത്തിന് ശേഷം നടക്കുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാൻ. സോ നെക്രോസിന് ശേഷം, സോ ആഫ്റ്റർ നെക്രോസിന് ശേഷം നടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഗാംഗ്രീൻ ആണ്, രണ്ടാമത്തത് കാൽസിഫിക്കേഷൻ, പാത്തോളജിക് കാൽസിഫിക്കേഷൻ. ഗാംഗ്രീൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. സോ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാം പാത്തോളജിക് കാൽസിഫിക്കേഷനെ പറ്റിയാണ് ഈ വീഡിയോ. സോ നമ്മുടെ ശരീരത്തിൽ ഇനോർഗാനിക് അല്ലെങ്കിൽ ഇൻസോലുബിൾ കാൽഷ്യം സോൾട്ട് നോർമൽ ആയിട്ടുള്ളത് രണ്ട് സെൽ, ഒന്ന് പല്ലില് ഒന്ന് എല്ലിൽ. സോ പല്ലിൽ നമുക്കറിയാം ഇനാമലിലാണ്, പല്ലിൽ ഇനാമലിലും എല്ലിൽ ഓസ്റ്റിയോയിഡിലും മാത്രമാണ് കാൽഷ്യം ഡെപ്പോസിഷൻ. ഇതല്ലാതെ മറ്റേ എവിടെയെങ്കിലും കാൽഷ്യം സോൾട്ട്സ് ഡെപ്പോസിഷൻ നടന്നാൽ ഇറ്റ്സ് പാത്തോളജിക്കൽ ആണ്, നോർമൽ അല്ല. സോ പാത്തോളജിക്കൽ കാൽസിഫിക്കേഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്പോസിഷൻ ആണ്. ഡെപ്പോസിഷൻ ഓഫ് എന്ത്? ഡെപ്പോസിഷൻ ഓഫ് കാൽഷ്യം സോൾട്ട്സ്. കാൽഷ്യം സോൾട്ട്സ് എവിടെയാണ്? ഇൻ ടിഷ്യൂസ്. ഏത് ടിഷ്യൂവിൽ? അതർ ദാൻ ഓസ്റ്റിയോയിഡ് ഓർ ഇനാമൽ. സോ സിമ്പിൾ ആണ്, ഇത്രയുള്ള ഡെഫിനിഷൻ. സോ ഇറ്റ്സ് എ ഡെപ്പോസിഷൻ ഓഫ് കാൽഷ്യം സോൾട്ട്സ് ഇൻ ടിഷ്യൂസ് അതർ ദാൻ ഓസ്റ്റിയോയിഡ് ഓർ ഇനാമൽ ഈ പാത്തോളജിക്കൽ കാൽസിഫിക്കേഷൻ. വേറൊരു പേര് കൂടിയുണ്ട്, ഇതിനെ നമുക്ക് വിളിക്കാവുന്നത് ഹെറ്ററോട്രോപിക് കാൽസിഫിക്കേഷൻ എന്നും നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. സോ അബ്നോർമൽ കാൽഷ്യം ഡെപ്പോസിഷനൊപ്പം സാധാരണ കാൽഷ്യം മാത്രമായിരിക്കില്ല, ചെറിയ എമൗണ്ട് ഓഫ് ചിലപ്പോൾ അയൺ ചിലപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്തേക്കാം, മാഗ്നീഷ്യം, അതർ മിനറൽ സോൾട്ട്സ് ഒക്കെ കുറച്ച് വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തേക്കാം എന്നും കൂടി ഒന്ന് മനസ്സിലാക്കിയേക്കാം. പാത്തോളജിക്കൽ കാൽസിഫിക്കേഷൻ രണ്ട് തരമുണ്ട്. ഒന്ന് ഡിസ്ട്രോഫിക് ആണ്, ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ ആണ് ഒരു തരം. രണ്ടാമത്തത് മെറ്റാസ്റ്റാറ്റിക് കാൽസിഫിക്കേഷൻ. സോ രണ്ട് തരം, ഒന്ന് ഡിസ്ട്രോഫിക്, ഒന്ന് മെറ്റാസ്റ്റാറ്റിക്. സോ രണ്ടിന്റെയും എറ്റിയോളജി, പാത്തോളജി എല്ലാം ഡിഫറെന്റ് ആണ്, ഉണ്ടായി വരുന്നത് രീതിയൊക്കെ വ്യത്യാസമാണ്. പക്ഷെ മോർഫോളജിക്കലി നമ്മൾ അവസാനം നോക്കുമ്പോൾ രണ്ടിലെയും കാൽഷ്യം ഡെപ്പോസിഷൻ നോർമൽ ബോൺ മിനറൽ ഡെപ്പോസിഷൻ പോലെ തന്നെ. സോ അവിടെ എത്തുമ്പോഴത്തേക്കും രണ്ടും സെയിം ആയിട്ട് മാറും. സോ നമുക്ക് രണ്ടും കമ്പയർ ചെയ്യാം. ഇവിടെ ഡിസ്ട്രോഫിക്, ഇവിടെ മെറ്റാസ്റ്റാറ്റിക് എഴുതിപ്പോ. സോ ഇൻ ഡിസ്ട്രോഫിക്, ആദ്യം ഡിസ്ട്രോഫിക്കിനെ പറ്റി പറഞ്ഞാൽ എവിടെയാണ് കാൽഷ്യം ഡെപ്പോസിഷൻ നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് ഇൻ ഡെഡ് ആൻഡ് ഡീജനറേറ്റഡ് ടിഷ്യൂലാണ് കാൽഷ്യം ഡെപ്പോസിഷൻ നടക്കുന്നത്. സോ ചത്തുകൊണ്ടിരിക്കുന്നതുമായ ടിഷ്യൂവിൽ കാൽഷ്യം ഡെപ്പോസിഷൻ നടന്നാൽ അതാണ് ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ. അപ്പോൾ മെറ്റായിൽ കാൽസിഫിക്കേഷൻ ഡെഡിലോ ഡീജനറേറ്റഡിലോ അല്ല, ഇറ്റ്സ് എൻ അപ്പാരന്റ്ലി നോർമൽ ആയിട്ടുള്ള ടിഷ്യൂവിൽ കാൽഷ്യം കൂടുതലായിട്ട് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് മെറ്റാസ്റ്റാറ്റിക് കാൽഷ്യം ഡെപ്പോസിഷൻ ഓർ മെറ്റാസ്റ്റാറ്റിക് കാൽസിഫിക്കേഷൻ എന്ന് പറയും. അപ്പൊ ഇനി ഡിസ്ട്രോഫിക്കിൽ ഡെഡ് ടിഷ്യൂവിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് കാൽഷ്യം മെറ്റബോളിസം, ബ്ലഡ് കാൽഷ്യം, സിറം ലെവൽ എല്ലാം കൂടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട, എല്ലാം നോർമലാണ്. സോ ബ്ലഡിലുള്ള സിറം കാൽഷ്യം ലെവൽ, ബ്ലഡ് കാൽഷ്യം ലെവൽ ഈസ് നോർമൽ, ദെൻ കാൽഷ്യം മെറ്റബോളിസം ഈസ് ഓൾസോ നോർമൽ. ഇത് രണ്ട് നോർമലാണ്. സോ നോർമൽ സിറം കാൽഷ്യം ലെവൽ ഉള്ളവരിൽ ഡെഡ് ടിഷ്യൂസിൽ കാൽഷ്യം കൊണ്ടുവന്നിട്ട് ഡെപ്പോസിഷൻ നടക്കുന്നതാണ് ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ. അപ്പൊ ഇവിടെ അങ്ങനെയല്ല, ദ പേഷ്യന്റ് ഓർ ദിസ് ഹാസ് ഡീറേഞ്ച്, തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടല്ലാത്ത ഡീറേഞ്ച്ഡ് കാൽഷ്യം മെറ്റബോളിസം ഉള്ള ആൾക്കാരാണ്. ആൻഡ് ഇവരിൽ ഹൈപ്പർ കാൽസീമിയ ഉണ്ട്. സോ ഹൈപ്പർ കാൽസീമിയ ഉള്ളവരിൽ നോർമൽ ടിഷ്യൂവിൽ കൊണ്ടുവന്നിട്ട് കാൽഷ്യം ഡെപ്പോസിഷൻ നടക്കുന്നതാണ് മെറ്റാസ്റ്റാറ്റിക് കാൽഷ്യം ഡെപ്പോസിഷൻ. സോ ദിസ് എ സെക്കൻഡറി കാൽസിഫിക്കേഷൻ എന്ന് നമുക്ക് പറയാമല്ലോ, സെക്കൻഡറി കാൽസിഫിക്കേഷൻ കൂടിയാണ്. ഇനി ഡിസ്ട്രോഫിക്കിൽ എന്തുകൊണ്ടാണ് കാൽഷ്യം ഡെപ്പോസിഷൻ നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നശിക്കുന്ന സെല്ലിന്റെ, ഇപ്പോൾ സെല്ലാണെങ്കിൽ അതിന്റെ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണല്ലോ, ഇത് ഫോസ്ഫോലിപ്പേസസ് എന്ന് പറയുന്ന എൻസൈം വഴി, ഫോസ്ഫോലിപ്പേസസ് വഴി ഇതുവഴി നശിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഫോസ്ഫോലിപ്പിഡ് പുറത്തെത്തും. ഫോസ്ഫോലിപ്പിഡ് ഒപ്പം നശിക്കുമ്പോൾ അതിൽ നിന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ധാരാളമായിട്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരും. നമുക്കറിയാം കാൽഷ്യം ഫോസ്ഫേറ്റും ഭയങ്കര ദോസ്തുക്കളാണ്. സോ കാൽഷ്യം ക്യാൻ ബൈൻഡ് വിത്ത് ഫോസ്ഫേറ്റ്. സോ അബണ്ടന്റ് ഫോസ്ഫേറ്റ് ഉണ്ട്, സോ കാൽഷ്യം ക്യാൻ ബൈൻഡ് വിത്ത് ഫോസ്ഫേറ്റ്. അങ്ങനെയാണ് കാൽഷ്യം ഫോസ്ഫേറ്റ് ആയിട്ടാണ് ഡിസ്ട്രോഫിക്കിൽ കാൽസിഫിക്കേഷൻ നടക്കുക. മെറ്റാസ്റ്റാറ്റിക്കിൽ ബ്ലഡിൽ കാൽഷ്യം അമിതമാണ് എന്ന് നമ്മൾ പറഞ്ഞു. സോ ഇത് അധികം നടക്കുന്നത് ഏത് സെല്ലിൽ നിന്നാണോ H+ കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യുന്നത്, ആസിഡ് സെക്രീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെയുള്ള സെല്ലുകളിൽ ഓർ സ്ഥലങ്ങളിലാണ് കാൽഷ്യം കൂടുതലായിട്ട് ഡെപ്പോസിഷൻ കാണുക. ഇനി ഡിസ്ട്രോഫിക്കൽ കാൽഷ്യം ഡെപ്പോസിഷൻ നടക്കുന്ന പ്രധാനപ്പെട്ട സൈറ്റുകൾ ഡെഡ് ടിഷ്യൂസിൽ നടക്കാം, ഡീജനറേറ്റഡ് ടിഷ്യൂസ്, ഇതാണ് നമ്മൾ പറഞ്ഞത്, ഡെഡ് ഓർ ഡീജനറേറ്റഡിലാണ് ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് നമ്മൾ പറയുകയാണെങ്കിൽ വൺ ഈസ് കേഷ്യസ് നെക്രോസിസ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് കേഷ്യസ് നെക്രോസിസ് നടക്കുന്ന ഒരു കണ്ടീഷൻ TB യിലാണ്. സോ ദിസ് ഇസ് ദ മോസ്റ്റ്
മോസ്റ്റ് കോമൺ, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇവിടെയാണ്. കേഷ്യസ് നെക്രോസിസിൽ കാൽസിഫിക്കേഷൻ ഇൻ ടിബിയിൽ നടക്കുന്നതാണ് ഏറ്റവും കൂടുതൽ കാണുക. ദെൻ ഫാറ്റ് നെക്രോസിസ് നടന്ന പെരി പാൻക്രിയാറ്റിക് റീജിയൻ അല്ലെങ്കിൽ ഫാറ്റ് നെക്രോസ് നടക്കുന്ന വേറെ സ്ഥലം നമ്മൾ പറഞ്ഞത് ബ്രസ്റ്റ് ആണ്. സോ ഇവിടെയും കൂടുതലായിട്ട് കാൽഷ്യം ഡെപ്പോസിഷൻ ഇതേ രീതിയിൽ നടക്കും. ദെൻ ഇൻഫാർക്ട്സിൽ നടക്കാം, ഇൻഫാർക്ട്സ്. ദെൻ ത്രോംബൈ, എവിടെയെങ്കിലും രക്തക്കട്ടകൾ ഉണ്ടെങ്കിൽ. ഹെമറ്റോമയിൽ കട്ട പിടിപ്പിക്കും, കാൽഷ്യം വന്ന് പിടിപ്പിക്കാം. ദെൻ ഡെഡ് പാരസൈറ്റ്സ്, എവിടെയെങ്കിലും പാരസൈറ്റ്സ് ചത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ഡെഡ് പാരസൈറ്റ്സ്, ഉദാഹരണം ഹൈഡാറ്റിഡ് സിസ്റ്റുകളിൽ, സിസ്റ്റിസർക്കോസിസിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഡെഡ് പാരസൈറ്റ്സിലും വന്ന് കാൽഷ്യം ഡെപ്പോസിഷൻ നടക്കാം. സോ ഇതെല്ലാം ഡെഡ് ടിഷ്യൂവിന് എക്സാമ്പിൾ ആണ്, ഡെഡ് ടിഷ്യൂ എക്സാമ്പിൾ. ഡീജനറേറ്റീവ് ടിഷ്യൂസ് നോക്കുകയാണെങ്കിൽ സോ ഇതെല്ലാം ഡെഡ് ആണ്. അപ്പൊ ഡീജനറേറ്റീവ് ടിഷ്യൂസിൽ എവിടെയെല്ലാമാണ് ഇങ്ങനെ ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ നടക്കുക എന്ന് വെച്ചാൽ വൺ ഡാൻസ് ഓൾഡ് സ്കാർ, പഴയ മുറിവുകൾ. അത്തീറോമാസ് ഇൻ അയോട്ട, അയോട്ടയിലെ അത്തീറോമാസിൽ നടക്കാം. ദെൻ മസ്കുലാർ ആർട്ടറിയിലെ ട്യൂണിക്ക മീഡിയ, മസ്കുലാർ ആർട്ടറി നമ്മൾ നേരത്തെ പറഞ്ഞാണ് ചില കാര്യങ്ങളിൽ മസ്കുലാർ ആർട്ടറീസിലെ ട്യൂണിക്ക മീഡിയയിൽ നടക്കുന്നു മുതിർന്ന ആൾക്കാരിൽ. ദെൻ അതിനെ മോണിക്ബർഗ്സ് സ്ക്ലീറോസിസ് എന്ന് നമ്മൾ വിളിക്കും. ദെൻ തൈറോയിഡിനകത്ത് അല്ലെ ഗോയിറ്റർ ഉള്ള ആൾക്കാർ, ഗോയിറ്റർ ഓഫ് തൈറോയിഡിൽ വന്നടിഞ്ഞു ചേരാം. ദെൻ സ്ഥലമില്ല അതുകൊണ്ട് ഇവിടെ എഴുതാം. ദെൻ മെനിഞ്ചിയോമാസിൽ അതിൽ മറ്റും അടിഞ്ഞു കൂടുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുക PSA, സമോമാബോഡീസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക, സമോമാബോഡീസ് കാൽസിഫിക്കേഷൻ. ദെൻ ചില സിസ്റ്റുകളിൽ അടിക്കാം, സിസ്റ്റുകളിൽ ചേരാം. ദെൻ ട്യൂമർ, സ്ട്രോമാസ് അങ്ങനെയൊക്കെ ഉള്ളതിലും. സോ ദീസ് ഓൾ ആർ എക്സാമ്പിൾസ് ഓഫ്, അവസാനം പറഞ്ഞതെല്ലാം ഡീജനറേറ്റീവിലാണ്, ആദ്യം പറഞ്ഞത് ഡെഡ് ടിഷ്യൂസിന് എക്സാമ്പിൾ ആണ്. ഇനി മെറ്റാസ്റ്റാറ്റിക് കാൽസിഫിക്കേഷൻ എഴുതാം. മെറ്റാസ്റ്റാറ്റിക് കാൽസിഫിക്കേഷൻ നടക്കാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഹൈപ്പർ കാൽസീമിയാണ് അല്ലെ, ബ്ലഡിനകത്ത് കൂടുതലായിട്ട് കാൽഷ്യം ഉണ്ട്, ഹൈപ്പർ കാൽസീമിയ. സോ ഹൈപ്പർ കാൽസീമിയ എന്തുകൊണ്ടായിരിക്കും ഉണ്ടാവുക? ഹൈപ്പർ കാൽസീമിയ ഉണ്ടാവുന്ന വെച്ചാൽ ഉദാഹരണം ബോണിലാണല്ലോ കാൽഷ്യം സൂക്ഷിക്കുക, അവിടെ നിന്ന് ബ്ലഡിനകത്തേക്ക്, ഇത് ബ്ലഡ് ആണെങ്കിൽ ബ്ലഡിനകത്തേക്ക് കാൽഷ്യം മൊബിലൈസേഷൻ, സോ ബോണിലിരിക്കുന്ന എല്ലാണെന്ന് വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കാം, ബോണിൽ നിന്ന് കാൽഷ്യം ബ്ലഡിലേക്ക് വരികയാണ്, മൊബിലൈസേഷൻ കൂടുതലാണ്. എപ്പോഴൊക്കെയാണ് നടക്കുക? ഒന്ന് പാരാതൈറോയിഡ്, ഹൈപ്പർ പാരാതൈറോയിഡിസം അല്ലെ കണ്ടീഷൻസിൽ പാരാതൈറോയിഡ് ഹോർമോൺസ് കൂടുതലാവുമ്പോൾ ഇങ്ങോട്ടേക്ക് ബ്ലഡിലേക്ക് കൂടുതൽ കാൽഷ്യം വരാം. ദെൻ ബോണി ഡിസ്ട്രക്റ്റീവ് ലീഷൻസ്, ബോണി എല്ലുകൾ നശിക്കുന്ന ഡിസ്ട്രക്റ്റീവ് ലീഷൻസ്, ഉദാഹരണം മൾട്ടിപ്പിൾ മയലോമ നമുക്ക് എഴുതാം. ദെൻ ബ്രസ്റ്റ് ക്യാൻസറിലുള്ള പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോമിക് സമയത്ത് വരാം. ദെൻ ഒരാൾ പ്രൊലോങ്ഡ് ആയിട്ട് ഇമ്മൊബിലൈസ്ഡ് ആണ്, ഇമ്മൊബിലൈസ്ഡ്, അപ്പം സംഭവിക്കും ഡിസ്യൂസ് അല്ലെ, ഒരു സംഭവം ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഡിസ്യൂസ് അട്രോഫി എന്ന് കഴിയുമ്പോഴും ബ്ലഡിലേക്ക് കാൽഷ്യം കൂടുതലായിട്ട് വരാം. അതാണ് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ കാൽഷ്യം ജിഐടിയിൽ നിന്ന് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, ജിഐടിയിൽ നിന്ന് കൂടുതലായിട്ട് എപ്പോഴായിരിക്കും അബ്സോർബ് ചെയ്യുക? ഒന്ന് ഹൈപ്പർ വൈറ്റമിനോസിസ് ആണ്, ഹൈപ്പർ വൈറ്റമിനോസിസ് ഡി അല്ലെ, വൈറ്റമിൻ ഡി അമിതമായി കഴിയുമ്പോൾ കൂടുതലായിട്ട് കാൽഷ്യം അബ്സോർബ് ചെയ്യാം. മിൽക്ക് ആൽക്കലി സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസീവ് ആയിട്ട് കൂടുതലായിട്ട് നമ്മൾ ഓറൽ കാൽഷ്യം ഒക്കെ എടുക്കുകയാണെങ്കിൽ വരാം. ദെൻ മറ്റൊരു കണ്ടീഷനാണ് വില്യംസ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നവജാത ശിശുക്കളിലൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ്. ദെൻ റീനൽ ട്യൂബുലാർ ആസിഡോസിസോ, ഈ കണ്ടീഷനിലും കാൽഷ്യം കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാം. അപ്പോൾ മെറ്റാസ്റ്റാറ്റിക് കാൽസിഫിക്കേഷൻ നടക്കുന്ന സ്ഥലങ്ങൾ എവിടേക്കാണെന്ന് ചോദിച്ചാൽ, വൺ ഈസ് ഇൻ ദ കിഡ്നിക്കകത്ത് ബേസ്മെന്റ് മെംബ്രെയിൻ ഓഫ് ട്യൂബുലാർ എപ്പിത്തീലിയത്തിന്റെ ബേസ്മെന്റ് മെംബ്രെയിനിൽ നടക്കാം. ലങ്സിൽ ആൽവിയോളാർ വാൾസിൽ ഭിത്തികളിൽ നടക്കാം. സ്റ്റൊമക്കിൽ നമ്മൾ പറഞ്ഞു എവിടെയാണ് ആസിഡ് സെക്രീറ്റിംഗ്, H+ സെക്രീറ്റ് ചെയ്യുന്നിടത്ത് കൂടുതലായിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. ആസിഡ് സെക്രീറ്റിംഗ് സെൽസ് അല്ലെങ്കിൽ ഫണ്ടിക് സെൽസ് നമ്മൾ എഴുതാം, ഫണ്ടിക് ഗ്ലാൻസ് അവിടെ കൂടുതലായിട്ട് അടയാം. ബ്ലഡ് വെസൽസിലാണെങ്കിൽ നടക്കുക ഇന്റേണൽ ഇലാസ്റ്റിക് ലാമിനയിലായിരിക്കും കൂടുതലായിട്ട് അടിയുക. കണ്ണിനകത്ത് കോർണിയൽ, വേറെ പല ഭാഗങ്ങളിലൊക്കെ അടിയാം, കോർണിയയിൽ അടിയാം. ദെൻ സൈനോവിയം അവിടെ അടിയാം, സൈനോവിയം ഓഫ് ജോയിന്റിലും കാൽഷ്യം വന്ന് അടിയും. ഇനി മോർഫോളജി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അത് ഡിസ്ട്രോഫിക് ആയാലും മെറ്റാസ്റ്റാറ്റിക് ആയാലും മോർഫോളജി ഈസ് വൺ ആൻഡ് സെയിം ആണ് നമ്മൾ പറഞ്ഞു. ഏകദേശം ഒരു പെയിൽ ചോക്കി വൈറ്റ് അപ്പിയറൻസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ആ ഭാഗം കയ്യിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴ്സ് ആയിട്ട്, ഒരു കോഴ്സ് COARS കോഴ്സ് ഗ്രിറ്റി ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഇത് മൈക്രോസ്കോപ്പിക്കലി നമ്മൾ
കാൽസിഫിക്കേഷൻ ഉള്ള ഭാഗങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു ബ്ലൂ ഗ്രാന്യൂൾസ് ആയിട്ടായിരിക്കും കാണാം, ഡീപ്ലി ബേസോഫിലിക് ആണ്. ഇത് മൈക്രോസ്കോപ്പിലെടുത്ത് സ്റ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെയിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാൻകോസയാണ്. വാൻകോസ വെച്ച് സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് കളറിലായിരിക്കും കിട്ടുക. അല്ലാതെ നമുക്ക് അലിസാരിൻ ഉണ്ട്, അലിസാരിൻ റെഡ് ആണ്, അലിസാരിൻ റെഡ് വെച്ച് റെഡ് കളർ കിട്ടും, റെഡ് സ്റ്റെയിൻ കിട്ടും. ഇങ്ങനെ കാൽസിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടോ എന്ന് വെച്ചാൽ യൂഷ്വലി സാധാരണ രീതിയിൽ ദീസ് ആർ ഹാംലെസ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ബ്ലഡ് വെസൽസിലൊക്കെ ആണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഒക്കെ കുറയും. ദെൻ ഓർഗൻസിന്റെ ഒക്കെ ആണെങ്കിൽ മോട്ടിലിറ്റി ഒക്കെ കുറച്ച് കുറയാനായിട്ടുള്ള സാധ്യതകൾ. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമുക്ക് പാത്തോളജിക്കൽ കാൽസിഫിക്കേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.